ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10-15 വർഷങ്ങളിൽ നമ്മുടെ നീറ്റ് കണ്ടതിൽ ഏറ്റവും ടഫസ്റ്റ് എക്സാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു 500 മാർക്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് പോയത് ഒരു 650 മുകളിലുള്ള സ്കോറിൽ എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ഈ എക്സാം എനിക്ക് പറഞ്ഞതല്ല എന്ന്. എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാനും എങ്കിലും നല്ല മാർക്കോട് കൂടെ വന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് സ്കോളർഷിപ്പ് തന്നുകൊണ്ട് ഒരു ഫീസ് പോലും അടയ്ക്കാതെ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. 1000-ങ്ങളും 10,000-ങ്ങളും പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഓരോ കുട്ടിക്കും. ഇവിടെ 100ഓളം കുട്ടികൾ, 200-നടുത്ത് കുട്ടികൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഓരോ കുട്ടിയുടെ പേരെടുത്ത് അറിയാം ഞങ്ങൾക്ക് ഓരോരാൾക്കും. ഓരോ കുട്ടീൻ്റെയും പ്രശ്നങ്ങൾ എന്താണെന്നറിയാം. ഓരോ കുട്ടീനെ കൂടെ ഇരുത്തി ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് വേണ്ടതെന്തോ അത് കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. അത് തരൂ എന്നുള്ള ഉറപ്പാണ്, അത് തരൂ എന്നുള്ള വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മക്കളെ, അങ്ങനെ നമ്മുടെ OMR വന്ന് ആൻസർ കീയും വന്നു. നമ്മളെല്ലാവരും ഏകദേശം സ്കോറൊക്കെ നോക്കി ഇങ്ങനെ കറക്റ്റ് ചെയ്തിരിക്കുന്നൊരു സമയമാണ്. ഇതിൽ തന്നെ JPCനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം 623 വരെ നമ്മുടെ ടോപ്പർ മാർക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അത് കൂടാതെ 600-ന് മുകളിൽ തന്നെ 3 പേര് വന്നു. ഇനി എന്തിനു പറയണം, 550-ന് മുകളിൽ തന്നെ 40ഓളം ആളുകളാണ് JPCന്ന് വന്നേക്കുന്നത്. 200ഓളം കുട്ടികൾ മാത്രം, വളരെ കുറഞ്ഞ നമ്പറിൽ നിന്നാണ് JPC ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആയിരങ്ങളിൽ നിന്നോ 10,000-കണക്കിന് കുട്ടികളോ JPCയിൽ പഠിക്കുന്നില്ല. വെറും 200-ന്റെ ചുവടെ മാത്രം കുട്ടികൾ പഠിച്ചിട്ട് അതിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് JPCൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങൾ റിപ്പീറ്ററാണോ? ഇനി അതല്ല, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണോ? എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. ജസ്റ്റ് ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളോടല്ല, മറിച്ച് ഈ വർഷത്തെ റിപ്പീറ്ററും റിപ്പീറ്ററും ആയിരുന്ന കുട്ടികളോടാണ് എനിക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. നിങ്ങളിൽ കുറേ ആൾക്കാർ ഈ വർഷത്തെ എക്സാം കഴിഞ്ഞപ്പോൾ വളരെ നല്ല ടെൻഷനിലേക്ക് പലരും പോയി. എനിക്കറിയാം, ഞങ്ങളുടെ കുട്ടികളിലും പലരും എന്താ പറയുക, ആദ്യത്തെ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറേ ആളുകൾ അതിലെത്താതെ പോയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു 500 എബോവുള്ള ഒരു കുട്ടി അത്യാവശ്യം സേഫ് സോണിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ 490, 480, 470 ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലപോലെ ടെൻഷനിൽ തന്നെയാണ് ഓരോ ആളുകളും ഉള്ളത്. പല കുട്ടികളും ഇനി ഇത് വേണ്ട, എനിക്ക് നേഴ്സിങ്ങിന് വല്ലതും പോവാം, ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ എടുത്ത് പോവാം. കുറച്ച് പേര് BDSൽ ഗവൺമെൻറ്റിൽ കിട്ടുന്ന ആളുകളാണെങ്കിൽ ഓക്കെ BDS എടുക്കുക. ഇനി അതല്ല, ആയുർവേദ, ഹോമിയോ. ഇത്രയും കാലം MBBS സ്വപ്നം മാത്രം കണ്ടുകൊണ്ട് MBBS മാത്രം മനസ്സിൽ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നടന്ന കുട്ടികളിൽ മാറ്റങ്ങൾ വന്നു. ഈ മാറ്റങ്ങൾ വരാനുള്ള കാരണം ഈ വർഷത്തെ ടഫായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു. ടഫ് എന്ന് പറഞ്ഞുകൂടാ, ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10-15 വർഷങ്ങളിൽ നമ്മുടെ നീറ്റ് കണ്ടതിൽ ഏറ്റവും ടഫസ്റ്റ് എക്സാം. അത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു എക്സാം കുട്ടികളിലേക്ക് വന്നപ്പോൾ അവരാദ്യം ഒന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, നമ്മൾ ആദ്യം, നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടീനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു 500 മാർക്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് പോയത് ഒരു 650-ന് മുകളിലുള്ള സ്കോറിൽ എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ഈ എക്സാം എനിക്ക് പറഞ്ഞതല്ല എന്ന്. ഈ കേരളത്തിൽ ഒരു കുട്ടി പോലും ചിലപ്പോൾ 650-ന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ടഫസ്റ്റ് എക്സാം ആയിരുന്നു. അങ്ങനെ ആണെങ്കിൽ ഇനി നാളെ അടുത്ത് വരാൻ പോകുന്ന 2026 നീറ്റ് ഇതേപോലെ ടഫാവോ? അങ്ങനെ ടഫായി കഴിഞ്ഞാൽ ഞാൻ ആ ലിസ്റ്റിൽ ഉണ്ടാവോ? ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, എക്സാം ഇനി എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയ പോരെ, നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്താൽ പോരെ. നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെടാത്തത് കൊണ്ടല്ലേ സത്യത്തിൽ നമ്മളെല്ലാവരും ഇത്രയും കാലം കണ്ടേക്കുന്ന നീറ്റ് പോലെ തന്നെ ഒരു എക്സാം എക്സ്പെക്ട് ചെയ്തു. ഇനി ടഫായാൽ തന്നെ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ടഫ്നെസ് നമ്മൾ പ്രതീക്ഷിച്ച് പോയി. ഇനി പോട്ടെ, ടഫ് എന്നുള്ളതിനേക്കാൾ ഉപരി ലെങ്തി ക്വസ്റ്റ്യൻസും കൂടെ വന്നപ്പോൾ നമുക്ക് വായിക്കാൻ കുറേ സമയം വേണ്ടി വന്നു. ഈ സമയം പോലും നമുക്ക് ഈ എക്സാമിന് ഉണ്ടായിരുന്നില്ല. ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങളെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പഠിച്ച നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് അളന്നൊരു എക്സാമാണോ അത്? ഒരിക്കലും ആയിരുന്നില്ല. ഇവിടെ കഴിഞ്ഞ വർഷത്തെ NTAയുടെ പകപോക്കൽ പോലെയായിരുന്നു സത്യത്തിൽ ഈ വർഷത്തെ എക്സാം നടന്നത്. അല്ലാതെ നിങ്ങൾ എത്രത്തോളം പഠിച്ചു, നിങ്ങളുടെ കഴിവ് എത്രത്തോളം, നിങ്ങളൊരു ഡോക്ടറാവാൻ പോകുന്ന കുട്ടിയുടെ അറിവല്ല ഇവിടെ ചെക്ക് ചെയ്തേക്കുന്നത്. ഇത് ചുമ്മാ എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടിയ ഒരു എക്സാം തന്നെയായിരുന്നു ഈ വർഷം നടന്നത്. ഇത് കണ്ട് പേടിച്ചിട്ടാണ് നിങ്ങൾ ഓടുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ, നിങ്ങൾ MBBS ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ കൂടെ JPC ഉണ്ടാ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാനും. എങ്കിലും നല്ല മാർക്കോട് കൂടെ വന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് സ്കോളർഷിപ്പ് തന്നുകൊണ്ട് ഒരു ഫീസ് പോലും അടയ്ക്കാതെ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ നല്ല ടോപ്പ് റിസൾട്ട് ഉണ്ടാക്കിയ കുട്ടിയാണ്. ഈ വർഷം ബോർഡർ ലൈനിൽ നിന്ന് നിങ്ങൾക്ക് നീറ്റ് എൻട്രൻസ് എക്സാം മിസ്സായി പോയിട്ടുണ്ടെന്നാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ വാ.
നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം, ഒരു ഫീസും ഇല്ലാതെ. നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടിയാണെങ്കിൽ ഫുൾ സ്കോളർഷിപ്പോട് കൂടെ നിങ്ങൾക്ക് JPCയിൽ പഠിക്കാം. നിങ്ങളെ അടിപൊളിയായിട്ട് പഠിപ്പിക്കും. പഠിപ്പിക്കുന്ന മാത്രമല്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാ ആളുകളും കേരളത്തിലെ ഒരുവിധം എല്ലാ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിച്ച ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അന്ന് കണ്ടതിലും അതിനുശേഷം കണ്ടതിലും വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് കുട്ടികളുടെ കൂടെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന, കുട്ടികളുടെ പൾസ് അറിഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം തന്നെ. ഈ JPCയിൽ ഇങ്ങനെ കിട്ടുന്നതും ഇവിടുത്തെ കുട്ടികളോട് നിങ്ങൾ ആരോട് വേണേൽ ചോദിക്കുക. നിങ്ങൾക്ക് ഈ വർഷം പഠിച്ചിറങ്ങാൻ പോകുന്ന കുട്ടികളോട് ചോദിക്കുക, മുന്നത്തെ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളോട് ചോദിക്കുക. നിങ്ങൾ വാ, JPCയിലേക്ക് വന്ന് ഇവിടുത്തെ ആൾക്കാരെ കണ്ട്, ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ട് അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്താൽ മതി. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഏറ്റവും ബെസ്റ്റാണ്. ഇവിടുത്തെ എക്സാംസ് ഓരോന്നും ഈ കേരളത്തിലുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാം തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ കുട്ടികൾക്ക് ഓരോ ആളുകൾക്കും കിട്ടിയേക്കുന്നത്. എന്തിനു പറയുന്നത്, സൂപ്പർ ബാച്ചിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. മക്കളെ, നമ്മൾ നവംബർ ആകുമ്പോൾ തന്നെ, നവംബർ ഫസ്റ്റ് വീക്കോടുകൂടെ നമ്മുടെ പോർഷൻസും തീർത്ത് നവംബറിൽ നമ്മൾ ഫസ്റ്റ് എക്സാം സീരീസ് എഴുതി തുടങ്ങും. നവംബറും ഡിസംബറും കൊണ്ട് ആദ്യത്തെ സീരീസ് തീർത്ത് ജനുവരി ഫസ്റ്റ് വീക്കിൽ അടുത്ത സീരീസ് നമ്മൾ തുടങ്ങും. ഇതും കഴിഞ്ഞ് ഫെബ്രുവരി പാതിയാവുന്നതോടുകൂടെ നമ്മുടെ മോഡൽ എക്സാംസിലേക്ക് നമ്മൾ പോകും. അടിപൊളിയായിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസമുണ്ട്. അത് തന്നെയാണ് ഈ വർഷത്തെ ഞങ്ങളുടെ റിസൾട്ടും. ഈ JPCയിൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം, ആയിരങ്ങളും 10,000ങ്ങളും പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ഓരോ കുട്ടിക്കും ഇവിടെ 100ഓളം കുട്ടികൾ, 200-നടുത്ത് കുട്ടികൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഓരോ കുട്ടിയുടെ പേരെടുത്തറിയാം ഞങ്ങൾക്ക് ഓരോരാൾക്കും. ഓരോ കുട്ടീൻ്റെയും പ്രശ്നങ്ങൾ എന്താണെന്നറിയാം. ഓരോ കുട്ടീനെ കൂടെ ഇരുത്തി ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് വേണ്ടതെന്തോ അത് കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. അത് തരൂ എന്നുള്ള ഉറപ്പാണ്, അത് തരൂ എന്നുള്ള വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ കഴിഞ്ഞ എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരറിയുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായോ? നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായോ? നിങ്ങളുടെ മനസ്സറിഞ്ഞ്, നിങ്ങളുടെ വിഷമറിഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായോ? അതായിരുന്നു. അങ്ങനെ ഉണ്ടായില്ല. അതിനി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നല്ല അടിപൊളി മെന്റേഴ്സിന്റെ സപ്പോർട്ടിങ് കൂടെ ഉണ്ടാവും. അടിപൊളി ടീച്ചേഴ്സിന്റെ സപ്പോർട്ടിങ്ങുടെ കൂടെ ഉണ്ടാവും. ഏറ്റവും നല്ല എക്സാംസിന്റെ സപ്പോർട്ടിങ്ങുടെ കൂടെ ഉണ്ടാവും. ഏറ്റവും നല്ല ഹോസ്റ്റലിൽ നിങ്ങൾക്ക് താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കുക. ഗേൾസ് ആണെങ്കിൽ ക്യാമ്പസും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്. ബോയ്സ് ആണെങ്കിൽ കുറച്ച് മാത്രം, വളരെ ചുരുങ്ങിയത്, അതായത് ജസ്റ്റ് ഒരു 1 to 2 minutes മാത്രം വാക്കബിൾ ഡിസ്റ്റൻസിൽ മാത്രമാണ് നമ്മുടെ ക്യാമ്പസും ഹോസ്റ്റലും തമ്മിലിരിക്കുന്നത്. നിങ്ങൾ ധൈര്യത്തോടു കൂടെ മക്കളെ, ഞങ്ങൾ ഒന്നിച്ചു കൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഈ എൻട്രൻസിൻ്റെ ലൈഫിൽ കുറേ സ്ട്രഗിൾ ചെയ്ത കുട്ടികളല്ലേ, കുറേ ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരല്ലേ. ഈ OMR നോക്കിയതോടുകൂടെ തന്നെ ചിലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ട് മറ്റു കോഴ്സുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. എന്തിനാ ഈ ആലോചിക്കുന്നത്? നിങ്ങൾക്ക് എന്താ കഴിവില്ല എന്നിട്ടാ? നിങ്ങൾ എന്താ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് മറ്റു പണിക്ക് പോകാൻ നിൽക്കുക? എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മുടെ ഉള്ളിൽ തോന്നിയ ഒരു ആഗ്രഹമാണെങ്കിൽ നമ്മൾ എത്ര തന്നെ അത് മാറ്റി വെച്ച് മറ്റൊരു കോഴ്സിന് പോയി കഴിഞ്ഞാലും ആ പോയി എന്നുള്ളതേ ഉണ്ടാവും. കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നും, അയ്യോ അത് വേണ്ടായിരുന്നു, എനിക്ക് അന്ന് ഈ എക്സാമിന് തന്നെ ഒന്നും കൂടെ നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ഇന്നും ആ ഒരു റിഗ്രറ്റ് ഉള്ളിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയാം, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ കൂടെ ഈ വർഷം പഠിച്ചേക്കുന്ന ഒരു കൂട്ടം മക്കളുടെ മനസ്സെനിക്കറിയാം. അവരിൽ പലരും കഴിഞ്ഞ വർഷം മറ്റു കോഴ്സുകൾ തേടി പോകാൻ വിചാരിച്ചതാണ്. BDS എടുക്കാൻ തയ്യാറായ കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ ആരും തന്നെ ഇന്ന് വിഷമിക്കുന്നില്ല. കാരണം അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. അവരൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരോട് ആരും ചോദിക്കില്ല, ഡോക്ടർ എത്ര കൊല്ലം പഠിച്ചിട്ടാണ് നീറ്റ് കിട്ടിയെന്ന് ആരും ചോദിക്കില്ല. ആ ഡോക്ടർ എത്രത്തോളം അടിപൊളിയാണെന്ന് ആരും നോക്കൂ. നിങ്ങൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ആ കോളേജിൽ എത്തുമ്പോഴും നിങ്ങളോട് അവിടെ നിന്ന് ആരും ചോദിക്കില്ല എത്ര കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇവിടെ ഡോക്ടറായിട്ട് വന്നതെന്ന്, നിങ്ങൾക്ക് എത്ര കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടാ നിങ്ങൾ MBBSലേക്ക് എത്തിയെന്ന്. ഇതൊന്നും ആർക്കും അറിയണ്ട. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ പ്രൊഫഷനാണ്. നിങ്ങളത് അത്ര കണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഇത്രയും കാലം ഒരാളില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഞങ്ങളുണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും മക്കളെ, നിങ്ങൾ ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻ്റെ നമ്പറും കൂടെ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്നെ വിളിക്കുക, നമുക്ക് സംസാരിക്കാം. നമുക്ക് ഉറപ്പായിട്ട് ഇനി അഥവാ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളുടെ മെസ്സേജിന് എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ആ വോയിസിന് റെസ്പോണ്ട് ചെയ്യും. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാം. നിങ്ങൾ JPCയിലേക്ക് വാ. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ JPCയിലേക്ക് വാ മക്കളെ. വന്നിട്ട് ഇവിടെയുള്ള കുട്ടികളെ കാണ്. ഇവിടുന്ന് കഴിഞ്ഞു പോയേക്കുന്ന മക്കളെ നിങ്ങൾ അറിയും. അവരോട് നിങ്ങൾ ചോദിക്കുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കുക. ധൈര്യത്തോടുകൂടി അഡ്മിഷൻ എടുക്കുക. നാളെ നമ്മൾ അടുത്ത വർഷം നമുക്ക് ഒന്നിച്ച് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. ഓക്കെ മക്കളെ, കാണാം.